കശാപ്പ് നിരോധനത്തിന് പ്രത്യേകിച്ചും ബീഫ് നിരോധനത്തിനെതിരെ ബിജെപിയുടെ മേഘാലയ ഘടകം രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മേഘാലയയിലെ പ്രധാനപ്പെട്ട ബിജെപി നേതാക്കൾ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ബീഫ് നിരോധിക്കുകയല്ല, കുറഞ്ഞ വിലയ്ക്ക് നല്ല ബീഫ് ലഭ്യമാക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ മേഘാലയ ഘടകം ബിജെപിയുടെ പറയുന്നത്. ഏതായാലും സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സന്തോഷ്, ഈ മേഘാലയ പോലുള്ള പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ ബീഫ് നിരോധനവുമായി ചെന്നാൽ ക്ലച്ച് പിടിക്കില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അവിടുത്തെ ബിജെപി ഘടകം എത്തിയത്? മനു, തീർച്ചയായും അത്തരമൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു പ്രസ്താവന മേഘാലയയിലെ ബിജെപി നേതാക്കൾക്കിടയിൽ നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേന്ദ്ര സർക്കാർ ഈ കാലി കശാപ്പിന്റെ നിരോധനം നടപ്പിൽ വരുത്തിയ ഉത്തരവ് പുറത്തു വന്ന അന്ന് തന്നെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബിജെപി നേതാക്കൾ ഇതിലെ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പരസ്യമായ പ്രസ്താവന നടത്തിയിട്ടില്ല. മേഘാലയയിലാകട്ടെ അടുത്ത വർഷം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. മണിപ്പൂരും ആസാമും വടക്കുകിഴക്കൻ മേഖലയിൽ പിടിച്ചെടുത്ത ബിജെപി മേഘാലയയുടെ സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാനെന്ന് പ്രതീക്ഷ വച്ചിരുന്നു. അപ്പോഴാണ് ഈ കാലി കശാപ്പിനെതിരെയുള്ള നിരോധനം വന്ന് ഇത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയാകുമെന്ന് മുന്നിൽ കണ്ടാണ് നേതാക്കൾ തന്നെ പരസ്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാനാവുകയില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ബീഫ് സംസ്ഥാനത്ത് വിതരണം ചെയ്യും എന്നാണ് വടക്കുകിഴക്കൻ ഈ മേഘാലയയിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ മേഘാലയയിലെ തന്നെ നേതാക്കൾ, ബിജെപി നേതാക്കൾ അടക്കം ഇത്തരത്തിൽ ബീഫ് കഴിക്കുന്നവരാണ്. ഇത് നിരോധിക്കാനാകില്ല. ഇത്തരം ഒരു നീക്കവുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നും അവർ കേന്ദ്ര സർക്കാരിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നിരുന്നു. ഇതിൽ ബിജെപി ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, 2 സംസ്ഥാനങ്ങളും ഒന്നിൽ ഘടകകക്ഷിയായും ഭരിക്കുന്നുണ്ട്. ഈ 3 സംസ്ഥാനങ്ങൾ അടക്കം ബാക്കി കോൺഗ്രസ് ഭരിക്കുന്ന ബാക്കി 3 സംസ്ഥാനങ്ങളുണ്ട്. ഇവരെല്ലാവരും തന്നെ പരസ്യമായി തന്നെ വളരെ ശക്തമായി തന്നെ ഈ കൗൺസിൽ മീറ്റിൽ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ആഹാര രീതിയോ അവരുടെ ആഹാരത്തിൽ കഴിക്കുന്ന സ്വാതന്ത്ര്യമോ ഹനിക്കുന്നതാണ് ഇത്തരം ഒരു തീരുമാനം എന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രത്യേകിച്ചും ബെർണാഡൻ മറക്കിനെ പോലുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ബിജെപി നേതാക്കൾ ജനങ്ങൾ എന്ത് കഴിക്കണം അല്ലെങ്കിൽ അവരുടെ ആഹാര രീതി എന്ത് എന്ന് കേന്ദ്രം തീരുമാനിക്കേണ്ട ആവശ്യമില്ല എന്ന് തുറന്നടിക്കുക തന്നെ ചെയ്തിരിക്കുന്നു സന്തോഷ്. അതായത് ആ രീതിയിൽ തന്നെയാണ്, അതായത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ആ വിമർശന രീതിയിൽ തന്നെയാണ് മേഘാലയയിലെ ബിജെപി ഘടകവും ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, ദക്ഷിണേന്ത്യ കഴിഞ്ഞാൽ പിന്നെ മാംസാഹാരം ജീവിതശൈലിയുടെ ഭാഗമായിട്ടുള്ളവരാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഈ ഉത്തരേന്ത്യയുടെ ഒരു ആഹാര രീതിയുടെ ഭാഗമായി ഇത്തരമൊരു നിരോധനം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജീവിതശൈലിയെ യോജിക്കുന്നതല്ല. അവരുടെ ജീവിതശൈലിയെ തന്നെ ബാധിക്കുന്നതാണ്, പൂർണ്ണമായും ബാധിക്കുന്നതാണ്. കാരണം അവിടുത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ നമുക്ക് പരിശോധിക്കേണ്ടി വരും, അവിടുത്തെ മറ്റ് സാംസ്കാരിക രീതികൾ പരിശോധിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ ഈ ജനസംഖ്യ അനുപാതത്തിന്റെ കണക്ക് തന്നെ എടുക്കണം. 2011 ഈ സെൻസസിന്റെ കണക്ക് പ്രകാരം 87% ക്രിസ്ത്യാനികൾ മേഘാലയയിലുണ്ട്, 75% മിസോറാമിലും. അത്തരത്തിലാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ശരാശരി 28% മതന്യൂനപക്ഷങ്ങൾ തിങ്ങിവസിക്കുന്ന ഒരു നാടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. അവരുടെ ജീവിത രീതിയോ ആഹാര രീതിയോ സ്വാധീനിക്കുന്നതാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ്, അത് കേരളത്തെ എങ്ങനെയാണോ ബാധിച്ചത് അതിനേക്കാൾ രൂക്ഷമായി ബാധിക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ. അത് അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനും ആകില്ല. ഞാൻ പറയാം സന്തോഷ്. തുടരുക. ഇപ്പോൾ ശ്രീ ജോർജ് കുര്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, നിങ്ങളുടെ മേഘാലയയിലെ നേതാക്കൾക്ക് സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലായിരിക്കുന്നു. അവർ പറയുന്നത് ഈ ബീഫ് നിരോധനമൊന്നും അവിടെ വേണ്ട, കുറഞ്ഞ വിലയ്ക്ക് നല്ല ബീഫ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീ ജോർജ് കുര്യന്റെ ടെലിഫോൺ ബന്ധം തകരാറായിരിക്കുന്നു. തിരികെ വരാം. സന്തോഷ്, ഇത്തരത്തിൽ ഒരു സംസ്ഥാന ഘടകത്തിൽ നിന്ന് ഇത്തരത്തിലൊരു എതിർ നിലപാട് വരുമ്പോൾ പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെയും ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തെയും RSSനെയും ഇത് എത്രമാത്രം പ്രതിരോധത്തിലാക്കും?
മനു, ഒരു സംസ്ഥാന ഘടകത്തിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ എതിർപ്പുണ്ടായിരിക്കുന്നത്. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ എല്ലാം മേഘാലയയിലെ BJP നേതാക്കൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് പരസ്യമായി പറഞ്ഞുവെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കൾ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള BJP നേതാക്കളൊക്കെ BJPയുടെ ഘടകത്തോട്, സംഘടനാ ഘടകത്തോട് ഇക്കാര്യം വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാനാകില്ല. അത് അതാത് സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിടണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. BJPയും തന്നെ ഭയങ്കരമായി വെട്ടിലാക്കിയിട്ടുണ്ട് ഈ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഈ നടപടി. കേന്ദ്ര സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി UPയിലേക്ക് കണ്ട വലിയൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം വ്യാപിക്കാൻ കഴിയും, അങ്ങനെ വോട്ട് നേടാൻ കഴിയുമെന്ന സങ്കുചിത മനസ്ഥിതിയോടുകൂടിയാണ് ഈ ഉത്തരവ് കൊണ്ടുവന്നതെന്ന വിമർശനം പോലും വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ പോത്ത്, എരുമ തുടങ്ങിയവയെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നത്. എന്തായാലും ഇത്തരം സംസ്ഥാനങ്ങളുടെ എതിർപ്പ് കണ്ടില്ലെന്ന് നടിക്കാൻ BJP കഴിയില്ല. അവർ തന്നെ നടത്തിയൊരു നീക്കം പൊളിയുകയാണോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ഉടലെടുക്കുകയാണ്. സന്തോഷ് തുടരുക. ഇപ്പോൾ ശ്രീ MP രാജേഷ് MP കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ MP രാജേഷ്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? കാരണം ഇപ്പോൾ BJPയുടെ മേഘാലയ ഘടകം, പ്രത്യേകിച്ചും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മറ്റ് നേതാക്കളും അവരുടെ ബീഫ് നിരോധനത്തിനെതിരെ രംഗത്ത് വരുന്നു. എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഇത് BJPക്കകത്ത് തന്നെ ഉണ്ടാക്കാൻ വൈരുദ്ധ്യത്തിന്റെ ഒരു ഉദാഹരണമാണ്. മാത്രമല്ല BJP നേരത്തെ മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ തികഞ്ഞ കാപട്യവും ഇരട്ടത്താപ്പുമാണ് കാണിച്ചിട്ടുള്ളത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP നേരത്തെ തന്നെ ബീഫ് നിരോധനത്തിന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഗോവയിൽ ബീഫ് നിരോധനത്തിന് വേണ്ടി, ഗോവധ നിരോധനത്തിന് വേണ്ടിയിട്ട് അവർ വാദിക്കുന്നില്ല. അപ്പൊ നേരത്തെ തന്നെ ഇത് പലരും വിമർശന വിധേയമാക്കിയിട്ടുള്ളതുമാണ്. ഇവിടെ ഗോവധം നിരോധിക്കണമെന്നാവശ്യപ്പെടുന്ന ആളുകൾ അവരുടെ പശുമാതാവല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിലെ വൈരുദ്ധ്യം നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മലപ്പുറം തെരഞ്ഞെടുപ്പിന്റെ സമയത്തും നമ്മൾ ചർച്ച ചെയ്തതാണ്, ഇവിടുത്തെ സ്ഥാനാർത്ഥി വരെ പറഞ്ഞതാണ്. അതെ, അതാണ് BJP RSS എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുടെ, കാപട്യത്തിന്റെ, ഇരട്ടത്താപ്പിന്റെ ഒക്കെ ലജ്ജയില്ലാത്ത, നാണമില്ലാത്ത ഒരു കൂട്ടായ്മയാണ് ഈ സാധനം. ഇവിടെ മറ്റൊരു കാര്യം, അതായത് ഈ പോത്തിനെ ഈ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഒഴിവാക്കിയുള്ള ഒരു രീതിയിലേക്ക് കൂടി പോകാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ പോലും ശ്രീ MP രാജേഷ്, നമുക്കറിയാം ആട്ടിറച്ചി സൂക്ഷിച്ചതിന് അത് ബീഫാണ് എന്ന് പറഞ്ഞ് ഒരാളെ തല്ലിക്കൊന്ന പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് അവർ. അപ്പോൾ ആ ഒരു രീതിയെ നമ്മൾ എങ്ങനെ കണക്കിലെടുക്കാൻ കഴിയും, ആ ഒരു നീക്കത്തെ? ഇതെല്ലാം വളരെ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ളതാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് നിരക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുക. അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ ലക്ഷ്യമല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നിലപാടില്ലാത്തത്? എന്തുകൊണ്ടാണ് ഗോവയിൽ ഈ നിലപാടില്ലാത്തത്? അപ്പൊ അതാത് സ്ഥലങ്ങളിലെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഇന്ത്യയിലാകെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് ഏറ്റവും പറ്റിയ മാർഗം പശുവാണ്. അതിനു വേണ്ടിയിട്ടാണ് അത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ ഇരട്ടത്താപ്പും വൈരുദ്ധ്യവും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പൊട്ടിത്തെറിയായിട്ട് രൂപപ്പെടുക തന്നെ ചെയ്യും. ശരി, വളരെയധികം നന്ദി ശ്രീ MP രാജേഷ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. സന്തോഷ് വീണ്ടും ചേരുന്നുണ്ട്. സന്തോഷ്, ഇതാണ് ഈ രാഷ്ട്രീയപരമായ ഇരട്ടത്താപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നും ഈ ബീഫ് നിരോധനം ഒരിക്കലും ഒരു ചർച്ചയായി കൊണ്ടുവരാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിഷയം അവർ അവിടെ സ്വീകരിച്ചിടുന്നില്ല. ഇവിടെ മലപ്പുറം തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ്, ജയിച്ചാൽ നല്ല ബീഫ് ലഭ്യമാക്കുമെന്ന് ഇവിടുത്തെ സ്ഥാനാർത്ഥി പറയുന്ന ഒരു സാഹചര്യവും. അപ്പോൾ അതിലെ ഈ അതായത് ഇത് നടപ്പാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ രീതിയിൽ ഈ ഒരു വിഭജനം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്ന ലക്ഷ്യം കൂടി ആയിരുന്നില്ലേ ഇവർ അത് ഈ തീരുമാനത്തിന് പിന്നിലെടുത്തിരുന്നത്? മനു, മലപ്പുറത്ത് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ മേഘാലയയിലും BJP നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് നല്ല ബീഫ് വിതരണം ചെയ്യുക. അത് തന്നെയല്ലേ മലപ്പുറത്തും പറഞ്ഞത്. അതായത് ഈ ഉത്തരേന്ത്യയിൽ എത്തുമ്പോൾ പൂർണ്ണമായും പശു സംരക്ഷണം എന്ന പേരിൽ ലേബൽ ഒട്ടിക്കുക, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലോ എത്തി നിലപാട് മാറ്റി നല്ല ബീഫ് നൽകുക എന്ന്
പ്രഖ്യാപിക്കുക. ഈ ഇരട്ടത്താപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് BJP പോകുന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പൊതുവായി ഇറക്കിയ ഉത്തരവ് അതെല്ലാം തകിടം മറിച്ചു. സ്വാഭാവികമായും സംസ്ഥാനത്തുള്ള നേതാക്കൾക്ക് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയേ മതിയാവൂ എന്നൊരവസ്ഥ വന്നു. അപ്പോഴാണ് ഈ മേഘാലയയിൽ നിന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇപ്പോഴാരും പറഞ്ഞിട്ടില്ല, എന്നാൽ പോലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പരസ്യമായുള്ള പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാനും BJP കഴിയില്ല. കാരണം UP, ഹരിയാന, ഈ ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ചുള്ള BJP നേതാക്കളുടെ ഒരു ഗ്രൂപ്പാണ് ഇത്തരത്തിലുള്ളൊരു വൽക്കരണത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നത്. ഇത്തരത്തിൽ പശുവൊക്കെ ബിംബമായി കൊണ്ടുവന്നിട്ടുള്ള വീതി നിരോധനം അടക്കമുള്ള ഉത്തരവുകൾക്കൊക്കെ പിന്നിൽ. പക്ഷേ സ്വാഭാവികമായും മറ്റു സംസ്ഥാനങ്ങളുടെ ഭക്ഷണ രീതി ഇത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, വോട്ടിന് വേണ്ടിയുള്ള ഇത്തരം നീക്കങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിനകത്ത് കൂടിയാണ് ചെയ്യുന്നത്. മേഘാലയയിലാകട്ടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, പിന്നെ ലക്ഷദ്വീപ് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പിടിച്ചടക്കുമെന്നാണ് അമിത്ഷാ വരെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർ വളരെ പ്രാധാന്യത്തോടെ കാണുകയും ചെയ്യുന്നു. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് തിരിച്ചടിയായിരിക്കുന്നത്. ശരി, സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ബീഫ് നിരോധനത്തിനെതിരെ BJPയുടെ മേഘാലയയിലെ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പ് ഉയരുന്നു. ഏതായാലും ബീഫ് നിരോധനമല്ല, കുറഞ്ഞ വിലയ്ക്ക് നല്ല ബീഫ് ലഭ്യമാക്കുകയാണ് വേണ്ടതെന്നാണ് മേഘാലയയിലെ BJP നേതാക്കൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്തായാലും അവരുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണെന്ന് കാത്തിരിക്കുക. ഏത് രീതിയിൽ അവർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നും കാത്തിരിക്കുക.